കോട്ടയം നഗരസഭയിലെ ജീവനക്കാരൻ പെൻഷന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയതിൽ രാഷ്ട്രീയ വിവാദവും കത്തുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി സിപിഎം രംഗത്ത് വന്നു. അതേസമയം സിപിഎം അനുകൂല സംഘടനാ നേതാവാണ് തട്ടിപ്പ് നടത്തിയ അഖിൽ വർഗീസ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം തുടരുകയാണ്. ഒരു ക്ലാർക്ക് 3 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തുക, അത് കഴിഞ്ഞ 3 വർഷത്തിലധികം 2020 മുതൽ നടത്തുക, അത് അറിയാതിരിക്കുക, ഓഡിറ്റിൽ പോലും അറിയാതിരിക്കുക, അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഫലത്തിൽ കോട്ടയം നഗരസഭയിൽ ഉണ്ടായത്. എന്തായാലും ഈ സംഭവം പുറത്തു വന്നത് ഈ വയനാട് ദുരിതാശ്വാസത്തിന് പണം നൽകാൻ വേണ്ടി ഓൺ ഫണ്ട് അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുമ്പോഴാണ് ഇത്രത്തോളം ഒരാളുടെ ശ്യാമള എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്ക്, പെൻഷനർ അല്ലാത്ത ഒരാളുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ എന്ന പേരിൽ 2 ലക്ഷത്തോളം രൂപ എല്ലാ മാസവും മാറ്റിയിരുന്നു എന്നുള്ളതാണ്. ഫലത്തിൽ ഏതാണ്ട് 3 കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഈ അഖിൽ പി വർഗീസ് എന്ന വ്യക്തി, അദ്ദേഹം ക്ലർക്കായിരുന്നപ്പോഴാണ് ആ സെഷനിൽ നടന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഈ തട്ടിപ്പിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുകയാണ്. കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇയാൾ ഒളിവിലാണ്. രാഷ്ട്രീയ വിവാദവും ഇതേ തുടർന്ന് തുടരുകയാണ്. കോൺഗ്രസും സിപിഎമ്മും ബിജെപിയും ഒക്കെ വിവിധ തരത്തിലുള്ള സമരങ്ങളുമായി രംഗത്തെത്തുന്നു. കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് ഇയാൾ ഭരണാനുകൂല സംഘടനാ നേതാവാണ് എന്നുള്ളതാണ്. അതായത് കൊല്ലത്ത് വെച്ച് ഇയാളെ സസ്പെൻഡ് ചെയ്തതാണ്. പിന്നീട് ഇടത് നേതാക്കളുടെ ശുപാർശയിലാണ് ഇദ്ദേഹത്തെ തിരിച്ചെടുത്തത്. പിന്നീട് ഈരാറ്റുപേട്ടയിലും പിന്നീട് കോട്ടയത്തേക്കും ഒക്കെ കൊണ്ടുവന്നു. അതുകൊണ്ട് ഇയാളുടെ ഇടത് ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് സമരം നടത്തുന്നത്. കൊല്ലത്ത് വെച്ച് സസ്പെൻഡ് ചെയ്ത ഇയാളിന് സർവീസിലോട്ട് ആരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചു കയറ്റിയത് എന്നുകൂടി നോക്കണം. അവിടെ നിന്ന് അയാളെ ആദ്യം സസ്പെൻഡ് ചെയ്തിട്ട് സർവീസിലോട്ടെടുത്തു. സർവീസിൽ നിന്ന് ഇരിക്കുമ്പോഴാണ് ഈരാറ്റുപേട്ടയ്ക്ക് മുങ്ങി ഈരാറ്റുപേട്ടയിൽ നിന്ന് കോട്ടയത്ത് പൊങ്ങിയത്. ആ ഇതാണ് ഇയാളുടെ റൂട്ട് മാപ്പ്. ഈ റൂട്ട് മാപ്പ് അനുസരിച്ച് ഇയാൾക്ക് സഹായം കൊടുത്തിട്ടുള്ള ആളുകളെ നാം ശ്രദ്ധിച്ചേ മതിയാകും. തൊട്ടിപ്പുറത്ത് സിപിഎമ്മും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ഭരണസമിതിയിൽ ഭരണം നടത്തുമ്പോൾ ഉണ്ടായ വലിയൊരു തട്ടിപ്പ് എന്ന നിലയിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. സിപിഎമ്മും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. എടുത്തു പറയാനുള്ളത് ഒരു വിജിലൻസ് അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് അവരും ആവശ്യപ്പെടുന്നത്. 3.5 കോടി രൂപയുടെ പ്രാഥമിക ഒരു നിഗമനം മാത്രം. ഇതിലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇതൊരു സെക്ഷനിലാണ്. അപ്പം ഇതിലും വലിയ അഴിമതികൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. എന്തായാലും വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് ഇങ്ങനെ നടക്കുമ്പോൾ ഇത് കേവലം ഒരാൾ മാത്രം നടത്തിയ ഒരു തട്ടിപ്പാണോ എന്ന സംശയമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് എല്ലാ വർഷവും ഓഡിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു, വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നു. സെക്രട്ടറി അടക്കമുള്ളവർ വഴി പോകുന്ന ഫയലുകളാണ് എന്ന് നഗരസഭ അധ്യക്ഷ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വലിയ തട്ടിപ്പിന്റെ സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന സംശയം കൂടിയാണ് നഗരസഭ മുന്നോട്ട് വെക്കുന്നത്. ആര് വീഴ്ച വരുത്തിയോ അവർക്ക് എല്ലാവർക്കും എതിരെ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് നഗരസഭാ കൗൺസിലും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വാദപ്രതിവാദങ്ങളും സമരങ്ങളും തുടരുകയാണ്. ഇയാൾ ഒളിവിലുമാണ്. കൂടുതൽ ആൾക്ക് പങ്കുണ്ടോ, ഇതിന്റെ ഒരു വ്യാപ്തി എത്രയാണ്, ഇതൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. കോട്ടയത്ത് നജീസ് ശ്രീജിത്ത്, ന്യൂസ് 18.